ഈ ഐമെയ്ഡ് എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് എത്താൻ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടൊരു സ്വപ്നമായിരുന്നു ഒരു ഫാഷൻ സ്റ്റോർ, ഒരു കംപ്ലീറ്റ് ഫാഷൻ സ്റ്റോർ. ആരോട് എനിക്കിത് പറയാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടീം വന്നാൽ അപ്പൊ അവരോട് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഷാ അല്ലാ ഇത് ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു. അങ്ങനെ പോയി ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് സൊഫാന ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ സൊഫാന ബേസിക്കലി ഞാനൊരു ബ്ലഡ് ഗ്രൂപ്പ് മുതൽ എല്ലാ ക്യാരക്ടറും ഒരേ പോലെയാണ്. ഈവനിങ് കോഫി ഞങ്ങൾ കുടിക്കുന്ന സമയത്തോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട് എന്റെ കയ്യില്, കുറെ കാലമായിട്ട് എടുത്തു വെച്ച സാധനമാണ്, നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചു. ഫൺ ഇങ്ങനെ ചെയ്യല്ലെന്ന് പറയുമ്പോൾ താല്പര്യമുള്ള നഗരം, പക്ഷെ നമുക്ക് കൂടുതൽ അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ നമ്മൾ ഇതിനെ പരീക്ഷിക്കാൻ വേണ്ടി ഇതിന് പ്രൊജക്ട് ഉണ്ടാക്കിയിട്ട് വരണം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ദിവസം വലിയ റിപ്പോർട്ടും കൊണ്ടൊക്കെ നമ്മളൊരു സ്കൂളിലേക്ക് വന്നു. അപ്പൊ ഞാൻ ഇതിന്റെ മാക്സിമം നെഗറ്റീവ് കൊടുത്തു. കാരണം നമ്മളൊരു ഫണ്ട് ഇറക്കാണ്. സൊഫാന അതിന്റെക്കാട്ടി മികച്ചൊരു പ്രൊജക്ട് ആയിട്ട് വന്നിട്ട് നമ്മോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്ലാന്, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഡിസൈനുകൾ, കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അതോടുകൂടി നമ്മൾ കോൺഫിഡന്റ് ആയി. അപ്പൊ ഞാൻ മുഹമ്മദ് സാർക്ക് വിളിച്ചിട്ട് പറഞ്ഞു മുന്നോട്ട് പോകാം എന്ന നിലക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഐമെയ്ഡ് സ്റ്റോർ എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്.